മഠത്തിന് പുറത്തിറങ്ങാൻ ഇപ്പോൾ പേടിയാണ്. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന വഴിയിലാണ് ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് അവരിപ്പോൾ രാത്രിയുടെ മറവിൽ നിർമ്മിതികൾ സ്ഥാപിച്ചിട്ടുള്ളത്. സമീപത്തെ വഴിയിലൂടെ നടന്നാൽ പോലും തടയാൻ ഗുണ്ടകളാണ് ചുറ്റും. ഹൃദ്രോഗികളും വയോധികരുമായ സന്യാസിനികളുണ്ട് മഠത്തിൽ. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വഴി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി. ഞങ്ങളുടെ കുടിവെള്ള പൈപ്പ് വരെ അവർ തകർത്തു. ഞങ്ങളും കേരളത്തിലെ സ്ത്രീകളല്ലേ, ഞങ്ങളോട് എന്തിനാണിങ്ങനെ? സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമാകുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും അധികാരികളും ഒരു കൂട്ടം കത്തോലിക്ക സന്യാസിനിമാരുടെ ഈ വാക്കുകളൊന്ന് കേൾക്കണം. കൊച്ചി മെട്രോ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വ്യവസായ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ കളമശ്ശേരിയിലെ മാർത്തോമ ഭവൻ വരെ ഒന്ന് ചെന്ന് അവരുടെ ജീവിതം എങ്ങനെയെന്ന് തിരക്കണം. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങളും അറിയണം. കഴിഞ്ഞ തിരുവോണത്തലേന്ന് രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം ആളുകൾ JCBയും ആയുധങ്ങളുമായി എത്തി അതിക്രമവും കയ്യേറ്റവും നടത്തിയ മാർത്തോമ ഭവനോട് ചേർന്നുള്ള സെന്റ് ജോസഫ്സ് ഹോമിലെ സന്യാസിനിമാരാണ് അന്നു മുതൽ ഭയത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. JCB ഉപയോഗിച്ച് മാർത്തോമ ഭവന്റെ മതിലുകൾ തകർത്ത് മഠത്തിലേക്കുള്ള വഴിയിൽ നിർമ്മിത മുറികൾ സ്ഥാപിച്ചായിരുന്നു അതിക്രമം. സ്ഥലം നിയമപരമായി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടായിരുന്നു സ്ഥാപനത്തിന്റെ CCTV ക്യാമറകളെല്ലാം തകർത്ത ശേഷമുള്ള രാത്രിയിലുള്ള അക്രമവും കയ്യേറ്റവും. മഠത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും അക്രമികൾ തകർത്തെന്ന് മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ അൽഫോൻസ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തിയിട്ടും അതിക്രമം തടയാനോ മാർഗതടസ്സം നീക്കാനോ ആയില്ല. തുടർന്ന് സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തിയെങ്കിലും ഉണ്ടായിരുന്ന ഗേറ്റ് അടച്ചുപൂട്ടി. മാർത്തോമ ഭവനിലെ വൈദികർക്കും മഠത്തിലെ സന്യാസിനിമാർക്കും മറ്റാർക്കും അതുവഴി പോകാൻ അനുവാദമില്ലെന്ന് പോലീസ്. പതിറ്റാണ്ടുകളായി നടന്ന വഴിയിൽ ഇനി നടക്കേണ്ടെന്ന്. സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് സന്യാസിനിമാരായ 10 പേരാണ് മഠത്തിലുള്ളത്. ഇതിൽ 5 പേരും പ്രായമേറിയവരും രോഗികളുമാണ്. ജില്ലാ കളക്ടറേറ്റിലും പോലീസിലും ആവലാതികൾ പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. വഴി തടഞ്ഞിട്ടിരിക്കുന്നതിനാൽ മാർത്തോമ ഭവന്റെ പറമ്പിലൂടെയാണ് ഇവർ പുറത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. വാഹനം കടത്തിവിടാത്തതിനാൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡിലെത്തിച്ച് തലച്ചുമടായി മഠത്തിലേക്ക് എത്തിക്കേണ്ട സ്ഥിതിയിലാണെന്ന് സന്യാസിനിമാർ പറയുന്നു.